ചങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയാണ് വാണിയംകുളം ചന്ത. വാണിയംകുളം ചന്ത പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ഈ ആഴ്ചയിലും ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാണിയംകുളം ചന്തയിൽ വന്നിട്ടുള്ള നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. നാടൻ കന്നുകാലി ചന്തയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ തിരക്കുണ്ട്. ഒരുപാട് നാട്ടിൻ പുറത്തുനിന്നുള്ള പശുക്കൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. നാടൻ ചന്തയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ആഴ്ചയിൽ തിരക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് തൊട്ടുപ്പുറത്തായിട്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളാണ് കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്നതും നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വളർത്തുകുട്ടികളാണ്. ഈ കൂട്ടത്തിൽ പശുക്കുട്ടികളുണ്ട്, കാളക്കുട്ടികളുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന പശുക്കുട്ടികൾക്കൊക്കെ അവർ ചോദിക്കുന്ന വില 13,000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്തുകുട്ടികൾക്ക് ചോദിക്കുന്ന വില. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത്. ചെറിയ തോതിൽ കറവയുള്ള പശുക്കളുണ്ട്. കൂടുതൽ കറവയുള്ള പശുക്കളൊക്കെ മറ്റൊരു സ്ഥലത്ത് മാറ്റിക്കെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ് കൂടുതലായിട്ട് കാണുന്നത്. 2-3 കാളകളുണ്ട്. ബാക്കി ഫുള്ള് പശുക്കളെ തന്നെയാണ് ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പശുക്കളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന പശുക്കൾക്ക് 20,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന വിലയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ വില കൊടുക്കേണ്ടി വരില്ല. നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പോലെ വെച്ചാൽ മതിപ്പോലേക്ക് നമുക്ക് ബാർഗൻ ചെയ്തിട്ട് മേടിക്കാവുന്നതാണ്. ഈ കൂട്ടത്തിൽ കുറച്ച് വളർത്താൻ പറ്റിയ വളർത്തു കുട്ടികളുണ്ട്, പശുക്കുട്ടികളുണ്ട്, വലിയ പശുക്കളുണ്ട്. ചെന പിടിക്കാൻ പ്രായമായതും വളരെ ചെറിയ ഒരു 7-8 മാസം പ്രായമായിട്ടുള്ള പശുക്കുട്ടികളും കറവയുള്ളതും കറവ പറ്റിയതൊക്കെ ആയിട്ടുള്ള പശുക്കളെ മാത്രമാണ് ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം 13-14 രൂപ മുതൽ വില തുടങ്ങുന്നുണ്ട്. ഈ ഭാഗത്ത് HF അടുത്തുപെട്ടുള്ളത് HF ജേഴ്സി ഒക്കെ ഒരു ക്രോസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതവിടെ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പശുവാണ് ഈ കാണുന്ന പശു. അതേപോലെ തന്നെ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ മറ്റൊരു പശുവുണ്ട്. ഇതും HF ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് ആണ് തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ പ്രായമാണ്. ഇത് കുറച്ച് പ്രായം കൂടിയിട്ടുണ്ട്. ഇത് HF അടുത്തുപെട്ടുള്ള ഒരു പശുവാണ്. അതേപോലെ തന്നെ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ ഭാഗത്തൊക്കെ ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. പല ബ്രീഡപ്പെട്ടിട്ടുള്ള പശുക്കൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ധാരാളം പശുക്കൾ ഈ ആഴ്ച ചന്തയിൽ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന പശുക്കൾക്കൊക്കെ ഏകദേശം 26,000 രൂപ മുതൽ 40-45 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പശുക്കൾ, ഏകദേശം 5 ലിറ്റർ 6 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കൾ വരെ ഇന്നതായി ഇപ്പൊ ഈ ഭാഗത്ത് ചന്തയിൽ കാണുന്നുണ്ട്. ഇതിലും കൂടുതൽ കറവയുള്ള കറവ പശുക്കളെ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ മാറ്റി കെട്ടിയിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് വലിയ കാളകളെ, ആന്ധ്ര കാളകൾ അല്ലെങ്കിൽ ഓഗോളുടെ ക്രോസ് ബ്രീഡ് എന്നൊക്കെ ചന്തയിൽ പറയാറുള്ള രീതിയിലുള്ള വലിയ 2 കൂറ്റൻ കാളകളെ അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകുകയാണ്. ഈ കാണുന്ന കാളകളൊക്കെ അല്ലെങ്കിൽ ഇതേ പരുവത്തിലുള്ള കാളകളൊക്കെ ഏകദേശം 70 രൂപ മുതൽ 1,10,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. കാങ്കേയത്തിന്റെ അടുത്തുപെട്ടത്, കാങ്ക്രേജിന്റെ അടുത്തുപെട്ടത്, ഗിയറിന്റെ അടുത്തുപെട്ടത്, ഗിയറിന്റെ ക്രോസ് ബ്രീഡ്, അതേപോലെ സഹിവാളിന്റെ അടുത്തുപെട്ടത്, അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള വളർത്തുകുട്ടികളും ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഒരുപാട് വളർത്തുകുട്ടികളെ കാണുന്നുണ്ട്. ഗിയറിന്റെ അടുത്തുപെട്ടിട്ടുള്ള 2 വളർത്തുകുട്ടികളാണ് ഇതായി കാണുന്നത്. ഒരേ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള 2 കുട്ടികളാണ്. വലുപ്പത്തിൽ മാറ്റമുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതാണ്. കാഴ്ചയിൽ ഒരേ കളറും ഒരേ രൂപത്തിലുള്ള 2 കുട്ടികളാണ്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ചെറുതിന് അവർ ചോദിക്കുന്ന വില 16,000 രൂപയാണ്. വലുതിന് 30 രൂപ 32 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കന്നാണ്. ഒറ്റ കളറല്ല എന്നുള്ളൂ. ചില ആളുകൾക്ക് ഒറ്റ കളറാ പറ്റുള്ളൂ. ഇതേപോലെ 2 കളറുള്ളതൊന്നും പറ്റില്ല. അത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്ന സമയത്ത് 2 കളറാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ അത് വില ചവിട്ടി മേടിക്കും. കച്ചവടക്കാർ മേടിക്കുന്ന സമയത്ത് വില കുറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ ഒറ്റ കളറ് തിരഞ്ഞു നടക്കുന്നത്. അതേപോലെ തന്നെ ഗിയറിന്റെ അടുത്തുപെട്ടുള്ള കന്നാണെങ്കിലും അവർ ചളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കച്ചവടക്കാർ വില കിട്ടില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത്
ഗേറിന്റെ അടുത്തപ്പെട്ടുള്ള കന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചളിപ്പിക്കാറുണ്ട്. ഗേറിന് മാർക്കറ്റ് കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന കന്ന് തന്നെയാണ് ഗേറും. ഈ കാണുന്നതും ഗേറിന്റെ അടുത്തപ്പെട്ടുള്ള കന്നാണ്. ഗേറ് വലിയ വലിപ്പമൊന്നും വരില്ല എന്നൊക്കെ പറയാറുണ്ട് ഒരുപാട് ആളുകൾ. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള ഒരു വലിയൊരു കൂറ്റൻ കാള എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഏകദേശം 200 കിലോക്ക് മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലിയൊരു കന്നാണ്. ഇതിനിപ്പോ മേടിച്ച് കെട്ടിയതാണ്. എത്ര രൂപക്കാണ് മേടിച്ചതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ള ഒരു കന്നാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ 200 കിലോന്റെ മുകളിൽ മീറ്റ് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് മേടിച്ച് കെട്ടിയതാണ്, കച്ചവടം കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ, ഏകദേശം 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന കുട്ടിയാണ് ഈ അറ്റത്ത് നിൽക്കുന്ന വലിയ കുട്ടിയൊക്കെ. അവിടുന്ന് അങ്ങോട്ട് ചെറിയ കന്നുകളെ വരിയായിട്ട് കെട്ടിയിട്ടുണ്ട്. സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വളർത്തുകുട്ടികളാണ്. സ്ഥിരമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികൾ സ്ഥിരമായിട്ട് ചന്തയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ. അതേപോലെ തന്നെ സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറയുന്ന ആൾ. അവരുടെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ ആഴ്ച കൊണ്ടുവന്നിട്ടുള്ള വളർത്തുകുട്ടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ കുട്ടികളുണ്ട്, അത്യാവശ്യം വലുപ്പത്തിലുള്ള കുട്ടികളുണ്ട്. ഏകദേശം 13 രൂപ 14 രൂപ മുതൽ 30 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളെയാണ് ഇന്ന് ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടുതലും കാളക്കുട്ടികൾ തന്നെയാണ്. 1-2 മാത്രമാണ് ഈ കൂട്ടത്തിൽ പശുക്കുട്ടികളുള്ളൂ. പല ബ്രീഡപ്പെട്ടുള്ള കുട്ടികളുണ്ട്. ഓങ്കോളിന്റെ അടുത്തപ്പെട്ടതുണ്ട്, ഗേറിന്റെ അടുത്തപ്പെട്ടതുണ്ട്, കാങ്കേയത്തിന്റെ അടുത്തപ്പെട്ടതുണ്ട്, കാങ്കറേജിന്റെ അടുത്തപ്പെട്ടതുണ്ട്. അതേപോലെ തന്നെ ഗിയറിന്റെ ക്രോസ് ബ്രീഡ് ഉണ്ട്, കാങ്കേയത്തിന്റെ ക്രോസ് ബ്രീഡ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിനുള്ള വളർത്തുകുട്ടികളും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. നല്ല കാൽപ്പൊക്കമുണ്ട്, നല്ല ഇടനീളമുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. ഒറ്റ കളറല്ല എന്നുള്ളൂ, ഇത് 2 കളറാണ്. ഒരു ചുവന്ന ഷെയ്ഡിങ്ങും ഉണ്ട്, ലൈറ്റ് ആയിട്ട് ഒരു ക്രീം കളറും. അങ്ങനെ 2 ഷെയ്ഡിങ് ആയിട്ടാണ് വരുന്നത്. രണ്ടാമത് നിൽക്കുന്നത് പശുക്കുട്ടിയാണ്. പിന്നെ 2-3 ചുവന്ന കുട്ടികളുണ്ട്. സഹിവാളിന്റെ അടുത്തപ്പെട്ടത് അല്ലെങ്കിൽ സഹിവാളിന്റെ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികളാണ് ആ ചുവന്ന കുട്ടികൾ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കാങ്കേയത്തിന് അടുത്തപ്പെട്ടുള്ള 2 വെള്ളക്കുട്ടികളാണ്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വളർത്തുകുട്ടികളെ തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. 1-2 ഗിയറിന്റെ അടുത്തപ്പെട്ടതും 1-2 സഹിവാളിന്റെ അടുത്തപ്പെട്ടതുമായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഈ കാണുന്നത്. ഇത് ചെറിയ കുട്ടികളാണ്. ഈ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി, ആ ചുവന്ന കുട്ടി ഗിയറിന്റെ തൊട്ടിപ്പുറത്തുള്ളത്, ആ വെള്ള ഗിയറിന്റെ തൊട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സഹിവാളിന്റെ ഒക്കെ ഏകദേശം ഒറിജിനൽ ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ആ കാണുന്നത്. ആ കാണുന്ന കുട്ടിക്ക് 18,000 രൂപയാണ് ചോദിച്ച വില. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ചന്തയിൽ തൂക്കി വിൽപ്പന ഇല്ല, മേനി വിൽപ്പനയാണ്. നമ്മുടെ നോട്ടത്തിന് എത്രയാണോ മതിപ്പ് വെച്ചാൽ മതിപ്പ് വരക്ക് ബാർഗെയിൻ ചെയ്തെടുക്കലാണ് ചന്തയിലെ രീതി. ചന്തയിൽ അവരുടെ വില അവർ പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. അവർ പറയുന്ന വില കേൾക്കുമ്പോൾ ചന്തയിൽ വില കൂടുതലാണ് എന്ന് തന്നെ തോന്നും. പറയുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല. നമ്മുടെ നോട്ടത്തിന് എത്രയാണോ മതിപ്പ് തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ആ വെള്ളക്കുട്ടി ഗിയറിന്റെ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടിയാണ്. അത് ഒറ്റ കളറല്ല എന്നേ ഉള്ളൂ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ്. ചില ആളുകൾക്ക് ഇതേപോലെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 2 കളറുള്ള ഇതേപോലത്തെ കുട്ടികളെയൊക്കെ തിരഞ്ഞിറക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ചില ആളുകൾക്ക് ഒറ്റ കളറാ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റില്ല. അത് എടുത്തു പറയാൻ കാരണം അതാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ ഏകദേശം 16 രൂപ മുതൽ 20 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ചോദിക്കുന്ന വിലയാണ്, ആ വില കൊടുക്കേണ്ടി വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സഹിവാളിന്റെ അടുത്തപ്പെട്ടുള്ള കുട്ടീനെ നമുക്കൊന്ന് അഴിച്ചു പിടിച്ച് നോക്കാം. ഈ കാണുന്ന കുട്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 18,000 രൂപയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ₹18 ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സെയ്ദ് മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വളർത്തുകുട്ടിയാണ്. സ്ഥിരമായിട്ട് ഇതേപോലെയുള്ള വളർത്തുകുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ചന്തയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ നമ്പറാണ് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ആവശ്യക്കാരാ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി. ഈ കാണുന്ന കന്നുകൾ കച്ചവടം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതേ ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കന്നുകൾ അവർ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ആളുകളാണ്. ഇവരുമായി ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നതായിരിക്കും. ഈ ആഴ്ചത്തെ വളർത്ത് കാളക്കുട്ടികളെയും പശുക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.